എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ, അതായത് ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ നാളെ, അതായത് ഓഗസ്റ്റ് 8-ാം തീയതി വൈകുന്നേരം 5 മണി വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇവിടെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള 1-2 ജില്ലകളിലേക്ക് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ ജില്ലയിലേക്കും നിങ്ങൾക്ക് എല്ലാ ജില്ലയിലേക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് സ്കൂൾ വൈസ് വേക്കൻസിക്ക് അനുസരിച്ചിട്ടാണ് വിദ്യാർത്ഥികൾ ഓപ്ഷനുകൾ നൽകേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ സ്കൂൾ വൈസ് വേക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏതൊക്കെ ജില്ലകളിലേക്കാണ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഓരോ ജില്ലയിലും ഓരോ കാൻഡിഡേറ്റ് ലോഗിൻ അപ്ലൈ ചെയ്യാനായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്കിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ അപ്ലൈ ചെയ്യണം, അതുപോലെ കൊല്ലം ജില്ലയിലും അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 കാൻഡിഡേറ്റ് ലോഗിൻ ഓരോ ജില്ലയിലും ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഏത് ജില്ലയിലാണോ അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ജില്ലയിൽ അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ള സ്കൂളിൻ്റെ കോഡ് ഒരു പേപ്പറിൽ കൃത്യമായിട്ട് എഴുതി വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഇവിടെ എത്ര വേക്കൻസീസ് ഉണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും. നിങ്ങൾ മിനിമം ഒരു 10 ഓപ്ഷൻസ് എങ്കിലും നൽകാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നൽകാം. അതായത് ഈ ഒരു സ്കൂൾ കോഴ്സ് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വേണമെങ്കിൽ ഒരു 10-30 ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഓപ്ഷൻ കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ഓപ്ഷൻസ് വേക്കൻസി നോക്കിയിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഹൗ ടു അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു യൂസർ ഗൈഡ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിലുള്ള നിർദ്ദേശങ്ങൾ വായിച്ച് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. ജസ്റ്റ് വേണമെങ്കിൽ ആ ഒരു ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ സ്വന്തമായിട്ട് അപേക്ഷിക്കാം, അതുപോലെ എങ്ങനെ ഈ ഒരു ഫോം ഫില്ല് ചെയ്യണം എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് ഇത് നോക്കിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് കൃത്യമായിട്ട് പരിശോധിക്കുക. ഇനി ഓൾറെഡി കാൻഡിഡേറ്റ് ലോഗിൻ ഉള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ, അത് നിങ്ങൾക്കിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുള്ള ലിങ്ക് ഉണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ജില്ല, ഏത് ജില്ലയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കിപ്പോൾ ഒന്നിൽ കൂടുതൽ ജില്ല വേണമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ മറ്റൊരു ജില്ല സെലക്ട് ചെയ്ത് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് നൽകുക. സ്വന്തമായിട്ട് നൽകാൻ ബുദ്ധിമുട്ടുള്ളവർ തൊട്ടടുത്തുള്ള അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അല്ലെങ്കിൽ അടുത്തുള്ള സ്കൂൾ വഴിയോ ഈ ഒരു അപേക്ഷ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥി ഓപ്ഷൻ നൽകുമ്പോൾ മിനിമം ഒരു 10 അല്ലെങ്കിൽ 20-30 ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഓൾറെഡി അഡ്മിഷൻ, അതായത് അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്ത് അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ SWS ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികളോട് സെൻഡ് OTP ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപ്ലൈ ഫോർ വേക്കൻറ്റ് സീറ്റ് അഡ്മിഷൻ എന്നോ മറ്റോ പറഞ്ഞുകൊണ്ട് സ്പോട്ട് അഡ്മിഷൻ എന്നോ പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെങ്കിൽ പിന്നീട് വരുന്ന പേജിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാണാം, നിങ്ങളുടെ ഫോം ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തൊക്കെ തെറ്റുകളാണ് ഉള്ളത് അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തുകയും സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണും. അതൊക്കെ കൃത്യമാണോ എന്നുള്ളത് പരിശോധിക്കുക. പരിശോധിച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനുള്ള പേജ് വരും. അവിടെ നിങ്ങൾ ഒരു നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ള ഒരു 10, 20, 30 ഓപ്ഷൻസ് കൊടുക്കുക. ഇത് നേരിട്ടുള്ള അഡ്മിഷൻ അല്ല, അതുകൊണ്ടാണ് നിങ്ങളോട് നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു സ്കൂളും ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാനം സബ്മിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് പിന്നീട് പ്രിവ്യൂ പേജ് കാണാൻ പറ്റും. പ്രിവ്യൂ പേജ് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ഒരു പച്ച കളറിലായിരിക്കും ആ ഒരു പേജ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൽ നൽകിയിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും പരിശോധിക്കുക. അതിൽ ഇതേപോലെ ജസ്റ്റ് ഓരോ ഭാഗം ഇങ്ങനെ ബോക്സ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് സൈഡിലായിട്ട് ഇതുപോലെ ഓരോ ബോക്സിൻ്റെ നേരെയും ഒരു പെൻസിലേക്ക് ഉണ്ടാവും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബോക്സിലുള്ള എല്ലാവിധ ഡീറ്റെയിൽസും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എല്ലാവിധ ഡീറ്റെയിൽസും എഡിറ്റ് ചെയ്ത് എല്ലാം ഓക്കെയാണ്. അതുപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ ഓപ്ഷനും നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങൾ 1-2 ഓപ്ഷൻ കൊടുക്കരുത്, നിങ്ങൾ മിനിമം ഒരു 10 അല്ലെങ്കിൽ 20 ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ വേക്കൻസി നോക്കിയിട്ട് വേണം ഓപ്ഷൻസ് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവസാനം ഒരു ഡിക്ലറേഷൻ ബട്ടൺ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കൺഫേം ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങൾ നൽകിയുള്ള ഡീറ്റെയിൽസ് ഒന്നും തെറ്റില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. തെറ്റിയിട്ടുണ്ടെങ്കിൽ വീണ്ടും പോയിട്ട് എഡിറ്റ് ചെയ്യുക.
അപ്പോൾ എല്ലാ വിവരങ്ങളും നിങ്ങൾ പരിശോധിച്ച് ഒരു വിവരം തെറ്റില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി. പിന്നീട് എഡിറ്റ് ചെയ്യാനോ മറ്റോ സാധിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ്റെ ആപ്ലിക്കേഷൻ ഫോം നിർബന്ധമായിട്ടും പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഈ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് സ്കൂളിൽ നൽകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു സ്വന്തമായിട്ട് അപേക്ഷിക്കുന്നതിൽ നിന്നും നല്ലത് അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുക. നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്ന എല്ലാവിധ സ്കൂളിലേക്കും എല്ലാ കോഴ്സിലേക്കും ഓപ്ഷൻ വെക്കേണ്ടതാണ്. അപ്പോൾ ഇനി ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടി എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം പല വിദ്യാർത്ഥികളും ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യാൻ വിട്ടു പോകാറുണ്ട്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് പറയുന്നത്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 9 രാവിലെ 9 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ തന്നെ സ്കൂൾ വൈസ് വേക്കൻസി പരിശോധിക്കുന്നത് പോലെ തന്നെയാണ് ആ ഒരു രീതിയിൽ പരിശോധിക്കേണ്ടത്. നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ഒരു ജില്ലയിലെ സ്കൂൾ സെലക്ട് ചെയ്യാൻ ഇതേപോലെ ഓപ്ഷൻ വരും. അത് നിങ്ങൾ സ്കൂൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണ് നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂൾ സെലക്ട് ചെയ്ത ശേഷം കോഴ്സ് സെലക്ട് ചെയ്യുക. കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിൽ ലിസ്റ്റ് വരുന്നതാണ്. ഇത് സ്കൂൾ ലിസ്റ്റാണ്. ഇതുപോലെയല്ല, ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ റാങ്ക് ഡീറ്റെയിൽസും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു കോഴ്സിലെ റാങ്ക് എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു റാങ്ക് പരിശോധിക്കുകയും അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോൾ എന്ന സ്കൂളിൽ ഇപ്പോൾ നിങ്ങൾക്ക് അതായത് എന്ന സ്കൂളിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ റാങ്ക് ഒരു 15 ആണെന്ന് കരുതുക. അപ്പോൾ ആ ഒരു സ്കൂളിലെ വേക്കൻസി നോക്കുന്ന സമയത്ത് അവിടെ ബയോളജി സയൻസിനാണ് അപ്ലൈ ചെയ്തത്. അതിലാണ് 15 റാങ്ക് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെയുള്ള ആ ഒരു വേക്കൻസി നോക്കുന്ന സമയത്ത് അവിടെ 30 വേക്കൻസി ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ആ ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അഡ്മിഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുമെന്ന് ഉറപ്പുള്ള ഏതൊരു സ്കൂളിലേക്കും നിങ്ങൾക്ക് ഈ ഒരു ഓഗസ്റ്റ് 9 ഈ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത എവിടെയാണ്, ഏത് കോഴ്സിലാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത്, അതിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുകയും ആ ഒരു സ്കൂളിൽ അന്നേ ദിവസം അതായത് ഓഗസ്റ്റ് 9 രാവിലെ 9 മണിക്ക് തന്നെ നിങ്ങൾ ആ ഒരു സ്കൂളിലേക്ക് പോവുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടി ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും നിങ്ങൾ സ്പോട്ട് അഡ്മിഷൻ അപ്ലൈ ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ടും അതുപോലെ ഫീസും സഹിതം എടുത്തിട്ട് പോയിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള സ്കൂൾ ഏതാണോ അത് മനസ്സിലാക്കി അന്നേ ദിവസം അതായത് ഓഗസ്റ്റ് 9 ഉച്ചയ്ക്ക് 12 മണിക്കുമായിട്ട് രാവിലെ 10നും 12 മണിക്കും ഇടയിലായിട്ട് നേരത്തെ തന്നെ പോയിട്ട് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം യാതൊരുവിധ കാരണവശാലും പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ നൽകുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ രാവിലെ 12 മണിക്ക് അതായത് ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് തന്നെ നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ശേഷം 1 മണിയോടെ അന്ന് 12 മണിവരെ വന്നിട്ടുള്ള വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ആ ഒരു റാങ്ക് ലിസ്റ്റിൽ മുൻഗണനാ പ്രകാരമുള്ള വിദ്യാർത്ഥികൾക്ക് അതായത് ഈ ഒരു HSCAPലെ റാങ്ക് ലിസ്റ്റിൽ ആ ഒരു മുൻഗണന ഉണ്ടാകും. അപ്പോൾ ആ ഒരു മുൻഗണനാ പ്രകാരം അവിടെ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ അഡ്മിഷൻ നൽകുകയും ചെയ്യുന്നതാണ്. വേക്കൻസിക്ക് അനുസരിച്ച് അഡ്മിഷൻ നൽകുകയും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത് ആപ്ലിക്കേഷൻ കൺഫേം ആയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ട് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ടും എടുക്കുകയും അതിനുശേഷം ഓഗസ്റ്റ് 9 റാങ്ക് നോക്കിയിട്ട് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള സ്കൂളിൽ അന്നേ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് അത് രാവിലെ 10 മണി മുതൽ 12 മണി വരെയാണ്. അപ്പോൾ അതിനിടയിൽ വന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയം പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടി ജോയിൻ ചെയ്യാതിരുന്ന വിദ്യാർത്ഥികളും ഈ ഒരു ഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.